إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. സ്വർഗ കവാടങ്ങൾ നമുക്കായി തുറക്കപ്പെടുന്ന പുണ്യമാസത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വലില്ലാഹി ഉത്തഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തിൻ. റമളാനിന്റെ എല്ലാ രാവിലും അടിമകൾക്ക് തന്റെ റബ്ബ് നരകമോചനം വാഗ്ദാനം ചെയ്ത അനുഗ്രഹീത മാസമാണിത്. ശരിയായ ഈമാൻ നേടി എല്ലാ സൽഗുണങ്ങളും ശീലിക്കുന്ന ഒരു മാസമായി വിശുദ്ധ റമളാൻ മാറണം. അതിനായി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മനുഷ്യരിൽ ആരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം? കർമ്മങ്ങളിൽ ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം? ഈ രണ്ട് ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നവരാണ് എന്ന്. വ അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്. കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. നീ ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന സന്തോഷകരമായ ഒരു വാർത്ത. ഔ തക്ഷിഫു അൻഹു കുർബതൻ. അല്ലെങ്കിൽ അവൻ അകപ്പെട്ട ഒരു പ്രയാസത്തിൽ നിന്ന് അവന് രക്ഷ നൽകൽ. ഔ തഖ്ളി അൻഹു ദൈനൻ. അതുമല്ലെങ്കിൽ അവനിലുള്ള ഒരു കടം നീ വീട്ടിക്കൊടുക്കൽ. ഔ തത്റുദ അൻഹു ജൂഅൻ. അതുമല്ലെങ്കിൽ അവൻ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്നവനാണെങ്കിൽ ആ വിശപ്പിൽ നിന്ന് മോചനം നൽകൽ. ഇവയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കണം സത്യവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് ലക്ഷ്യമാക്കി നമ്മിലേക്ക് ഇറക്കിത്തന്നതാണ് സമ്പത്ത് എന്നത്. ആ സമ്പത്തിൽ മറ്റു പലർക്കും അവകാശമുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും വേണം. സ്വർഗം നേടിയ സത്യവിശ്വാസികളുടെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞ വചനങ്ങളിൽ കാണും, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർ ഈ സ്വർഗത്തിലെത്തും മുമ്പ് അഥവാ ഭൂമിയിലുള്ള ജീവിതത്തിൽ സുഹൃതങ്ങളിൽ മുഴുകുന്നവരായിരുന്നു. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവരൽപ്പം മാത്രമായിരുന്നു രാവുകളിൽ സുഖമായി ഉറങ്ങിയിരുന്നത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ.
അത്താഴ സമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമായിരുന്നു. വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സ്വത്തിൽ ചോദിച്ചു വരുന്നവനും എല്ലാം മുടക്കപ്പെട്ട വഴി മുടക്കപ്പെട്ടവനും അവകാശമുണ്ട് എന്ന് അള്ളാഹു ഉണർത്തി. മറ്റൊരു വചനത്തിൽ കാണാം, ഇൻ തുബ്ദുസ്സദഖാതി ഫനിഇമ്മാഹി, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മം പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലത് തന്നെ. വഇൻ തുഖ്ഫൂഹാ വതുഅ്തൂഹൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും, എന്നാൽ നിങ്ങൾ അത് മനുഷ്യരിൽ നിന്ന് മറച്ചുവെച്ച് നിർവഹിക്കുന്നു, അത് ദരിദ്രരായ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. വയുകഫിറു അൻകും മിൻ സയ്യിആതികും, അങ്ങനെ ദാനധർമ്മങ്ങളിൽ മുഴുകുമ്പോൾ അള്ളാഹു നിങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മുടെ സമ്പത്ത് യഥേഷ്ടം നമുക്ക് ഉപയോഗിക്കാനുള്ളത് തന്നെയാണ്. അതോടൊപ്പം നമ്മെ ആശ്രയിച്ച് കഴിയുന്നവരുമല്ലാത്തവരുമായ, അത് മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ പോലും അതിൽ പെടും, അവർക്കൊക്കെ നമ്മുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വതസദ്ദഖു വൽബസു ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീലത്തിൻ, നിങ്ങൾ തിന്നുക, നിങ്ങൾ സ്വതക്ക ചെയ്യുക, നിങ്ങൾ ധരിക്കുക, അതൊക്കെ ധൂർത്തില്ലാതെ അഹങ്കാരമില്ലാത്ത നിലക്ക് ആവണം എന്നു മാത്രം. കുലു എന്ന് പറഞ്ഞ കൽപ്പന നമ്മുടെ ജീവിതത്തിലുണ്ട്. വൽബസു, നിങ്ങൾ ധരിക്കുക. നമ്മുടെ സമ്പത്ത് തിന്നാനും ധരിക്കാനുമാണ് ഒരുപക്ഷെ ധാരാളമായി നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ആ കുലു വ തസദ്ദഖു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നടുവിലാണ് വ തസദ്ദഖു വൽബസു എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റുള്ളവർക്കത് ധർമ്മമായി നൽകുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഒരു മുന്നിലൊരു പിരിവ് കണ്ടിട്ടുള്ള വർത്തമാനമല്ല ഇത്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഒരു പിരിവ് ലക്ഷ്യമാക്കും, ആ പിരിവിന് വേണ്ടി ഒരു വഴല് സംഘടിപ്പിക്കും, എന്നിട്ട് ആ പിരിവിൽ സ്വതക്കകളുടെ പുണ്യങ്ങളെക്കുറിച്ച് ഗംഭീരമായി പ്രസംഗിക്കും. അങ്ങനെ ആളുകൾ വലിയ സ്വതക്കകൾ ചെയ്യും. അതിനു വേണ്ടിയല്ല എൻ്റെ ഈ സംസാരം. അങ്ങനെ ഒരു സംസാരം ഞാൻ നിർവഹിക്കാറുമില്ല. ഇത് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ടതാണ്. മരണം വരെ ശീലമാക്കേണ്ടതാണ്. ഉള്ളവനും ഇല്ലാത്തവനും സ്വതക്ക ചെയ്യുക എന്നത് ദീനിൽ അങ്ങനെയാണ്. ഉള്ളവൻ ഉള്ളതിനനുസരിച്ച് സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ലാത്തവൻ അവന്റെ ഇല്ലായ്മക്കുള്ളിലും എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക്, അവന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാവും, പക്ഷെ അത് അവൻ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതൊരു ശീലമാക്കണം. അള്ളാഹു നമുക്ക് ഈ ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ഏതൊക്കെ നന്മകൾ തരുന്നുവോ ആ നന്മകൾക്കൊക്കെ നിമിത്തമാകുന്നതാണ് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. ഒരു ഹദീസിൽ അസ്വദഖതു ബുർഹാനുൻ, ഒരാൾ സ്വതക്ക ചെയ്യുന്നു എന്നത് ബുർഹാൻ, അത് അവന്റെ പ്രമാണമാണ്, തെളിവാണ്. എന്തിനുള്ള തെളിവാണത്? പണ്ഡിതന്മാർ വിശദീകരിച്ചത് ബുർഹാനുൻ അലാ സിഹ്ഹത്തി ഈമാനിൽ അബ്ദ്, ഒരാൾ വിശ്വാസിയാണോ, അവനിൽ ഈമാനുണ്ടോ എന്നറിയാനുള്ള തെളിവാണ് അവൻ ചെയ്യുന്ന ദാനധർമ്മം എന്നതാണ്. മറ്റൊരു ഹദീസിൽ മാ നഖസത് സ്വദഖത്തും മിൻ മാൽ, ഇത് വഹിയാണ്. ഒരാൾ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അല്ലാഹ് കൽപ്പിച്ച വിഷയത്തിൽ എത്ര ധർമ്മം ചെയ്താലും അതവന്റെ സമ്പത്തിനെ ചുരുക്കുകയില്ല. കൊടുത്താൽ ചുരുങ്ങുമെന്നത് പൊതു തത്വമാണ്, അത് അനുഭവമാണ്. കൊടുത്താൽ അത് കഴിയും. പക്ഷെ സ്വതക്കയുടെ കാര്യം പറഞ്ഞപ്പോ കൊടുത്താൽ തീരൂല. മാ നഖസത് സ്വദഖത്തും മിൻ മാൽ, സമ്പത്തിനെ ഒരിക്കലും ധർമ്മം ചുരുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു പറഞ്ഞു എന്ന് റസൂലുള്ള പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ യബ്ന ആദം
ഉൻഫിക് അലൈക്, മനുഷ്യ നീ മറ്റുള്ളവർക്ക് നൽകൂ. ഉൻഫിക് അലൈക്, ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇത് അള്ളാന്റെ വാഗ്ദാനമാണ്. മറ്റൊരു ഹദീസിൽ വസ്സദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാർ, ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെ അത് കെടുത്തിക്കളയും. ഏതുപോലെ? വെള്ളം തീയിനെ കെടുത്തിക്കളയും പോലെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നാം ചെയ്യുന്ന സ്വതക്കകൾ അത് മായ്ച്ച് അതിനെ ഇല്ലാതെയാക്കും, കെടുത്തിക്കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന സ്വദഖത ലതുത്ഫിഉ ഗളബർ റബ്ബി വതദ്ഫഉ മീതത്തസ്സൂഇ, തീർച്ചയായും സ്വതക്ക അത് റബ്ബിന്റെ കോപത്തെ ഇല്ലാതെയാക്കും. അള്ളാഹുവിന്റെ കോപം നമ്മിൽ വർഷിക്കുകയില്ല ദാനധർമ്മങ്ങളിൽ മുഴുകുമ്പോൾ. മാത്രവുമല്ല വതദ്ഫഉ മീതത്തസ്സൂഇ, ദുഷിച്ച മരണം എന്ന് പറഞ്ഞാൽ കുഫ്റോടുകൂടി ശിർക്കോടുകൂടി ബിദ്അത്തിൽപ്പെട്ട് അള്ളാഹിന്റെ തൃപ്തിയില്ലാതെ ഈമാനില്ലാതെ മരിക്കുക. ദുഷിച്ച മരണത്തിൽ നിന്ന് ദാനധർമ്മം സത്യവിശ്വാസിയെ തടുക്കും, പ്രതിരോധിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ, സൂറത്തു സബയിലെ 39-ാമത്തെ വചനം. നിങ്ങൾ എന്തൊന്ന് അള്ളാന്റെ മാർഗത്തിൽ നൽകുന്നുവോ ഫഹുവ യുഖ്ലിഫു, അതിന്റെ പകരമായി അള്ളാഹ് നിങ്ങൾക്കതിന്റെ നേട്ടം നൽകുക തന്നെ ചെയ്യും. കാരണം വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ റിസ്ക് നൽകുന്നവനിൽ അത്യുത്തമൻ അവൻ മാത്രമാണ്. അവനല്ലാതെ റിസ്ക് നൽകാനില്ല. അവന്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ നൽകുന്നത്, പകരം നൽകുമെന്നാണ്. ഇത്തരം ഹദീസുകളൊക്കെ വിശദീകരിച്ച് മുഹദ്ദിസുകൾ പറഞ്ഞത് കാണാം. വഇൻ കാന ഫാജിറൻ വഇൻ കാന കാഫിറൻ, ഒരു ദുഷിച്ച മനുഷ്യൻ, ഒരു കാഫിറായ മനുഷ്യനാണ് അവന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്വതക്ക ചെയ്യുന്നതെങ്കിൽ ഭൗതിക ലോകത്തല്ല ആ സ്വതക്കുള്ള പകരം നന്മ അവന് നൽകുമെന്നാണ്. അത്ര പ്രാധാന്യം സ്വതക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മുൻഗാമികൾ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഹദീസ് കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാവഉ മർലാകും ബിസ്സദഖ വദ്ഫഉൽ ബലാഅ ബിസ്സദഖ വസ്തഈനു അലാ ഖളാഇ ഹവായിജികും ബിസ്സദഖ. ഇത് നമ്മുടെ മുൻഗാമികൾ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടതാണ്. എന്താ പറഞ്ഞത്? ദാവഉ മർലാകും ബിസ്സദഖ, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സ്വതക്കകൾ കൊണ്ട് ചികിത്സിക്കുക. വദ്ഫഉൽ ബലാഅ ബിസ്സദഖ, നിങ്ങൾ അകപ്പെട്ട പരീക്ഷണങ്ങളുണ്ടല്ലോ ആ പരീക്ഷണങ്ങളെ സ്വതക്ക ചെയ്ത് പ്രതിരോധിക്കുക. വസ്തഈനു അലാ ഖളാഇ ഹവായിജികും ബിസ്സദഖ, നിങ്ങൾക്ക് ഏതൊക്കെ ആവശ്യങ്ങൾ അല്ലാഹ് പൂർത്തീകരിച്ചു തരണോ ആ ആവശ്യങ്ങൾക്ക് മുമ്പിൽ സ്വതക്കകൾ കൊണ്ട് അള്ളാഹിനോട് സഹായം തേടുക. ആർക്കാ ഇതൊക്കെ ഇല്ലാത്തത്? എത്ര പ്രശ്നങ്ങളാണ് തീർന്നു കിട്ടാതെ പ്രയാസപ്പെടുന്നത്. മനോവിഷമങ്ങളുള്ളവരില്ലേ? എത്രയെത്ര പ്രയാസങ്ങൾ അനുഭവിച്ച് പ്രയാസപ്പെടുന്നു. പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണങ്ങൾ വന്നു കിടക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും സ്വതക്ക ചെയ്തു നോക്കൂ. നമ്മുടെ മുൻഗാമികൾ ഈ ഹദീസ് പ്രകാരം വിവിധങ്ങളായ സ്വതക്കകൾ ചെയ്തു. ചിലർ ചെയ്തത് വെള്ളം കുടിക്കാനില്ലാത്തവർക്ക് കിണർ കുഴിച്ചു കൊടുത്തു. സ്വകാര്യമായി തന്റെ രോഗം മാറാൻ, താൻ അകപ്പെട്ട പരീക്ഷണങ്ങളിൽ രക്ഷ ലഭിക്കാൻ കിണർ കുഴിച്ചു കൊടുത്തു, പണമായി നൽകി. അതിനൊക്കെ അവർ വിജയം കണ്ടു. അവരകപ്പെട്ട രോഗത്തിൽ നിന്ന് അവർക്ക് ശമനം ലഭിച്ചു. ചരിത്രത്തിൽ ഹിജ്റ 1300 ശേഷം ജീവിച്ചു മരണപ്പെട്ട ഇബ്നുൽ ഹാജ് റഹിമഹുല്ല, അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണം ഒരു ഗ്രന്ഥത്തിൽ എഴുതിയപ്പോ അദ്ദേഹത്തിനൊരു വാക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ. അദ്ദേഹം പറഞ്ഞു, വആഖുദു മഅലൽ മരീളി ഔ വലിയിഹി ഇംതിസാലു സുന്ന ഫി സ്വദഖ, രോഗികളോട് ഞാൻ ശക്തമായി ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കളോട് ഞാൻ ശക്തമായി ഉപദേശിക്കുന്നു, ഇംതിസാലു സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നിങ്ങൾ പ്രാവർത്തികമാക്കുക, ഫി സ്വദഖ, സ്വദഖയുടെ കാര്യത്തിൽ. രോഗം വന്നാൽ പണമുള്ളവൻ അതിനുവേണ്ടി യാത്ര ചെയ്യും, ചികിത്സക്ക് വേണ്ടി എത്ര പണവും അതിന് ചെലവഴിക്കും. പണമില്ലാത്തവനും ഉള്ള പണത്തിനനുസരിച്ച് മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങി ചികിത്സിക്കും.
ആ ചികിത്സക്ക് മുമ്പിൽ ആ ചെലവഴിക്കുന്ന പണത്തിനേക്കാളും വലുതാണ് അള്ളാന്റെ മാർഗത്തിൽ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് എന്റെ ഈ രോഗത്തിന് ശമനം ലഭിക്കട്ടെ എന്ന നിയ്യത്തോടെ ജനങ്ങൾ അറിയണ്ട, പരസ്യമാക്കണ്ട എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ദാവൗ മർലാക്കും ബിസ്സദഖ, നിങ്ങൾ രോഗികളെ സ്വതക്കകൾ കൊണ്ട് ചികിത്സിക്കുക. എന്നിട്ട് ഇബ്നുൽ ഹാജർ റഹിമഹുള്ള പറയാണ് വസ്സദഖതു ലാ ബുദ്ദ ലഹാ മിൻ തഅ്സീരിൻ അലൽ ഖത്അ, സ്വതക്കക്ക് അതിൻ്റെതായ പ്രതിഫലനമുണ്ട്, സ്വാധീനമുണ്ട്, സംശയമില്ല. കാരണം ലിഅന്നൽ മുഖ്ബിറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം സ്വതക്കയുടെ പ്രതിഫലനം നമുക്ക് പറഞ്ഞു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വൽ മുഖ്ബറു അൻഹു കരീമുൻ മന്നാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടിയതാ? കരീമുൻ മന്നാൻ, അത്യുദാരനായ നന്മകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹു പറഞ്ഞു കൊടുത്ത വിവരമാണ് റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാദിക്കും മസ്തൂക്കുമായ ആ വഹീനാൽ വന്ന ഈ കാര്യം നിങ്ങളൊന്ന് പരീക്ഷിക്കൂ. അതുകൊണ്ട് രോഗികളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, രോഗികളുടെ ബന്ധുക്കളോട് വസിയത്ത് ചെയ്യുന്നു, ഈ വിഷയത്തിൽ സ്വതക്ക ചെയ്ത് രോഗികളെ ചികിത്സിക്കുക. നമ്മുടെ മുമ്പിൽ സ്വതക്കകൾ ചെയ്യാൻ ഒരൊറ്റ തടസ്സം മാത്രമാണുള്ളത്. ആ തടസ്സം തട്ടിമാറ്റാൻ നമുക്ക് കഴിയണം. ഏതാണ് ആ തടസ്സം? അള്ളാഹു പറഞ്ഞു അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. ശൈത്വാൻ നിങ്ങൾക്ക് ദാരിദ്ര്യത്തെയാണ് വാഗ്ദാനം ചെയ്യുക. വയഅ്മുറുകും ബിൽ ഫഹ്ശാ, എന്നിട്ടോ അവൻ കൽപ്പിക്കുന്നതൊക്കെ നിങ്ങൾ വൃത്തികേടിൽ അകപ്പെടാനുള്ള പ്രേരണയാണ് അവന്റെ കൽപ്പന. കൊടുത്താൽ നഷ്ടം വരും, കൊടുക്കണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് ധൂർത്തിലേക്ക് എത്തിക്കും, അനാവശ്യ വഴികളിലേക്ക് നിങ്ങളെ പണം കൊണ്ടെത്തിക്കും. അതാണ് പിശാച്, അവനെ തട്ടിമാറ്റണം. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളല, അള്ളാഹു സ്വതക്ക ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് മഗ്ഫിറത്താണ്, ഒന്ന് അവന്റെ ഔദാര്യമാണ്. എത്ര കൊടുത്താലും വറ്റാത്ത സമ്പത്തിന്റെ ഉടമയായി നിങ്ങൾക്ക് മാറാം. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലമായി നന്മ ചെയ്യുന്ന സർവജ്ഞനാണ് എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇക്കാര്യം സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ഒരു ശീലമുണ്ടാകണം. ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ തിന്നുന്നത് മറ്റുള്ളവർ തിന്നട്ടെ എന്ന് ചിന്തിക്കുക. ഞാനും മക്കളും ധരിക്കുന്നു, ഇല്ലാത്തവരും ധരിക്കട്ടെ എന്ന് ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ സുഖമായി ഞാൻ ജീവിക്കുന്നു, ഇതില്ലാത്തവരുണ്ടല്ലോ അവർക്കും എന്റെ സമ്പത്ത് നൽകട്ടെ എന്ന് ചിന്തിക്കുക. ആ ഒരു നല്ല ശീലം ഈ വിശുദ്ധ റമളാനിൽ മാറ്റിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, അയ്യു സ്വദഖത്തി അഫ്ളൽ, ഏത് ധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, ജുഹുദുൽ മുഖിൽ, ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്ന സ്വതക്ക. ജുഹുദുൽ മുഖിൽ അതാണ്, ഒന്നുമില്ല, അവൻ ആ ഇല്ലായ്മയിൽ നിന്ന് വല്ലതും കൊടുക്കുന്നുണ്ടോ, അത് വലിയ സ്വതക്കയാണ്. എന്നിട്ട് പറഞ്ഞു വബ്ദഅ ബിമൻ തഊൽ, നീ ധർമ്മം ചെയ്യുമ്പോൾ പരിഗണിക്കണ്ടേ നിന്റെ ആശ്രിതരെ കൊണ്ട് തുടങ്ങുക. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ പ്രയാസപ്പെടുന്നവരുണ്ടോ അവർക്ക് ആ സ്വതക്ക കൊടുക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ സ്വതക്കകൾ കൊണ്ട് ഭൗതികമായ നന്മകളും നേട്ടങ്ങളും മാത്രമല്ല, പാരത്രികമായ ഒട്ടേറെ നന്മകൾ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ കൊണ്ട് ലഭിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അന്നൽ അഅ്മാല തബാഹത്ത്, പരലോകത്ത് കർമ്മങ്ങൾ ഇങ്ങനെ ഊറ്റം കൊള്ളും. ഫഖാലത്തി സ്വദഖ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ പരലോകത്ത് ഊറ്റം കൊള്ളുമ്പോ സ്വദഖ പറയും, അന അഫ്ളലുക്കും, നിങ്ങളിലൊക്കെ മുന്തിയവൻ ശ്രേഷ്ഠവാൻ ഞാനാണ് എന്ന് സ്വദഖ പറയുമെന്നാണ്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മാ ആരിഫു ഹബ്ബത്തൻ തസ്ദിനു ജിബാല ദുനിയ ഇല്ലാ മിനസ് സ്വദഖ. ഒരു ധാന്യമണി, ഏറ്റവും ചെറിയ ഒരു ധാന്യമണി, ആ ധാന്യമണി ഈ ഭൂമിയിൽ എത്ര പർവ്വതങ്ങളുണ്ടോ
ആ പർവ്വതങ്ങളുടെ ഭാരം എത്രയാണ്? അതിന്റെ ഭാരം തൂങ്ങും പരലോകത്തെ മീസാനിൽ. ആ ധാന്യമണി ഏതാ? ഇല്ലാ മിന സ്വദഖ, ഒരാൾ സ്വദഖ ചെയ്ത ധാന്യമണിയാണ്. അതാണ് ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, നരകത്തെ തടുക്കുക ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും. അതിന് കഴിയില്ലേ? നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും. ഒക്കെ നമ്മുടെ നരകമോചനത്തിനാണ് എന്നോർക്കുക. മറ്റ് ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്ക്, അസ്വലാത്തു തുബല്ലിയുക നിസ്ഫത്ത് ത്വരീഖ് വസ്സൗമു യുബല്ലിയുക ബാബൽ മലിക് വസ്സദഖത്തു തുദ്ഖിലുക അലൈ. നീ ഒരു വഴിയിലൂടെ പോകുമ്പോ നിന്റെ നമസ്കാരം നിനക്കൊരു വഴികാട്ടിയാണ്. ആ വഴിയിൽ പകുതി വരെ നീ എത്തി. നിന്റെ വ്രതമുണ്ടല്ലോ, നോമ്പ്, ആ വ്രതം നീ ഉദ്ദേശിക്കുന്ന രാജാവിന്റെ വാതിൽക്കലേക്ക് നിന്നെ എത്തിക്കും. വസ്സദഖത്തു തുദ്ഖിലുക അലൈഹി, ധർമ്മമോ ആ രാജാവിന്റെ മുന്നിലേക്ക് എത്തിക്കും. എന്ന് പറഞ്ഞാൽ മലിക്കുൽ മുലൂക്കായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിന്റെ ധർമ്മം നിന്നെ എത്തിക്കും എന്നർത്ഥം. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് തന്നെ സ്വതക്കയുണ്ടെങ്കിൽ ഒരാളും സ്വതക്കയിൽ നിന്ന് ഒഴിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണല്ലോ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വരികയാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല, എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്നതാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒറ്റ കാരക്ക മാത്രമാണ് ആ സമയം ആ വീട്ടിലുള്ളത്. ആ കാരക്ക ആ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കൂടെ 2 പെൺകുട്ടികളുണ്ട്. ആ ഉമ്മ അത് എന്ത് ചെയ്തു? അത് പകുത്തു, 2 ചീളാക്കി ആ 2 മക്കൾക്ക് നൽകി. അവരത് കഴിച്ചു, പോയി. ആ സ്ത്രീ ഒന്നും കഴിച്ചില്ല. അതാണ് വബ്ദഅ ബിമൻ തഊൽ, നിന്നെ ആശ്രയിക്കുന്നവരെ കൊണ്ട് നീ തുടങ്ങുക. തന്റെ കുടുംബത്തെ ആ ഇല്ലാത്ത പട്ടിണിയിൽ, ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിൽ നിന്ന് കൊടുത്ത് കുടുംബത്തെ പോറ്റുക. ഈ വേറെ റസൂലുള്ളയെ അറിയിച്ചപ്പോ വഹി വന്നു, വജബത് ലഹൽ ജന്ന, ആ ഉമ്മക്ക് സ്വർഗം നിർബന്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ സ്വർഗം നിർബന്ധമാകാൻ ആ ഉമ്മ അവിടെ ധർമ്മം ചെയ്തു. കിട്ടിയത് കുട്ടികൾക്ക് നൽകി. ആയിഷ റളിയല്ലാഹുവിനക്ക് സ്വർഗം കിട്ടി. വീട്ടിലുള്ളത് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാതെ ആ ഉള്ളത് അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഇത്തരത്തിലുള്ള നന്മയുടെ ശീലം ഇന്ന് നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഈ വിശുദ്ധ റമളാനിൽ ഇങ്ങനെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദാനധർമ്മം ഒരു ശീലമാക്കുക. അള്ളാഹു പകരം നൽകും, സ്വർഗം നൽകും. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് ശിഫയും ആഫിയത്തും കനിഞ്ഞു നൽകി അവരെ സഹായിക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുമല്ലാത്തവരുമായ നമ്മുടെ മാതാപിതാക്കളിൽ അള്ളാഹു അവന്റെ മഗ്ഫിറത്തും ബറക്കത്തും ഫളലും ചൊരിഞ്ഞ് സഹായിക്കുമാറാവട്ടെ. മുഴുവൻ സഹോദര സഹോദരിമാർ മരണപ്പെട്ടവർ അവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اعتقنا من النار. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.